ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് കർണാടകയിലെ വനത്തിൽ നിന്ന് പരിക്കേറ്റ കടുവയെ കേരളത്തിലെ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് വൈദ്യസഹായം നൽകാതെ ഓടിച്ചുവെന്ന ആരോപണം. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന് കീഴിലുള്ള HD കോട്ടെ താലൂക്കിലെ ഗണ്ടേത്തൂർ ഗ്രാമത്തിൽ നടന്ന സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കർണാടക വനത്തിൽ നിന്ന് പരിക്കേറ്റ കടുവയെ കേരളത്തിലേക്ക് ഓടിച്ചുവെന്ന വാർത്ത ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. കർണാടക വനത്തിലുണ്ടായിരുന്ന 9 വയസ്സുള്ള അക്രമകാരിയായ ആൺകടുവ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. ഈ വർഷം മെയ് 6-ന് ഗണ്ടേത്തൂർ ഗ്രാമവാസിയായ ഗോപാലഗൌഡയെയും കടുവ ആക്രമിച്ചു. ഇതേ തുടർന്ന് പ്രകോപിതരായ ഗ്രാമവാസികൾ കടുവയെ കല്ലെറിഞ്ഞു തുരത്താൻ ശ്രമിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി മാറി. അക്രമകാരിയായ കടുവയെ പിടികൂടാൻ കെണി സ്ഥാപിക്കുകയും 2023 ജൂലൈ 12-ന് ഗണ്ടേത്തൂരിലെ ഒരു വയലിൽ നിന്ന് കടുവയെ പിടികൂടുകയും ചെയ്തു. പരിക്കേറ്റ നിലയിൽ പിടികൂടിയ കടുവയെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സ നൽകാതെ അവഗണിച്ചു എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഗ്രാമവാസികൾ ആവശ്യപ്പെട്ടു. പ്രായമായ കടുവയുടെ കഴുത്തിലും കാലിലും മുറിവുകൾ ഉണ്ടായിരുന്നു. കടുവയെ പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സിക്കുന്നതിന് പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ NTCAയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് കേരളത്തിന്റെ പരിധിയിലേക്ക് കടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കർണാടകയിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ കബനി ശിവലിംഗയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടി പുറത്തുകൊണ്ടുവന്നത്. ശനിയാഴ്ച രാത്രി 11:30-ന് ഗണ്ടേത്തൂരിൽ കടുവ കുടുങ്ങിയതായി സൂചിപ്പിക്കുന്ന GPS കോർഡിനേറ്ററുകളുള്ള ഒരു ഫോട്ടോ TNIAയുടെ പക്കലുണ്ട്. പിറ്റേന്ന് പുലർച്ചെ 2:30 പരുക്കേറ്റ കടുവയെ സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് വിട്ടയക്കുകയും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിലെ വനം റേഞ്ചിലേക്ക് ഓടിക്കുകയും ചെയ്തുവെന്ന് GPS കോർഡിനേറ്റുകൾ പറഞ്ഞു. കടുവയെ കേരളത്തിലെ വനമേഖലയിലേക്ക് ഓടിക്കാൻ ഉന്നതരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. പുനരധിവാസത്തിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നുവെന്നും പരിക്കേറ്റ കടുവയെ അയൽസംസ്ഥാന വനത്തിലേക്ക് ഓടിച്ചുവെന്നും കർണാടക കേരള അതിർത്തിയിൽ താമസിക്കുന്നവർ ആരോപിച്ചു. അതിനുശേഷം കടുവ പിടിയിലാകുന്നു. പ്രസ്തുത കടുവയ്ക്ക് കർണാടകയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്ര ചികിത്സ കൊടുക്കുകയോ നിരീക്ഷണത്തിൽ വെക്കുകയോ ചെയ്യാതെ പ്രസ്തുത കടുവയെ ഉന്നതാധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് തുറന്നുവിടുകയും കേരളത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഗുരുതരമാണ്. കേരളത്തിലെ ഫോറസ്റ്റ് സംവിധാനവും പോലീസ് ഉൾപ്പെടെ അതിർത്തി കാര്യക്ഷമമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. പരിക്കേറ്റ കടുവയെ കേരളത്തിന്റെ പരിധിയിലേക്ക് മനഃപൂർവ്വം ഓടിച്ചുവിട്ടുവെന്ന ആരോപണം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ P. രമേഷ് കുമാർ നിഷേധിച്ചു. പരിക്കുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാത്തതുകൊണ്ടാണ് പുനരധിവാസം ആവശ്യമില്ലാതെ വന്നതെന്നും കർണാടക വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, വയനാട്.